ചാനലിലെ വീഡിയോസൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ അതിലെല്ലാത്തിലും നല്ല മിനുസമാർന്നതും തിളക്കമുള്ളതും അങ്ങനത്തെയൊക്കെ ഹെയർ റിലേറ്റഡ് വീഡിയോസ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെയൊക്കെ പാക്ക് ചെയ്യുന്ന കേട്ടോ കൂടുതൽ ഇഷ്ടം. മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ്ങും നല്ല വോളുമൈസ്ഡ് ആയിട്ടൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കൂടുതൽ പാക്കുകളും ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഹെയർ ഫോള് മുടി കൊഴിയുമ്പോഴായിരിക്കും ഞാൻ ഇങ്ങനത്തെ വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പം മുടി നല്ല ഷൈനിങ് ആയിട്ടൊക്കെ കിടക്കാനും, കാരണം എൻ്റെ മുടിയുടെ താഴ്ഭാഗം കണ്ടിട്ടുണ്ടെങ്കിൽ വളരെ ശോചനീയമായ അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ മുടി നല്ല സ്റ്റൈലായിട്ടൊക്കെ കിടക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ പാക്കുകൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെറുപയറാട്ടോ. തലേന്ന് കുതിർക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം വേണം എടുക്കാൻ. നമ്മുടെ മുടിക്ക് ആവശ്യമായ പ്രോട്ടീനുകളാൽ സമ്പുഷ്ടമാണ് ചെറുപയർ. ഇത് നമ്മൾക്ക് കഴിക്കാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നും ഒക്കെ വളരെ നല്ലതാട്ടോ ചെറുപയർ. അടുത്ത് നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴം ആട്ടോ. നേന്ത്രപ്പഴത്തിലാണെങ്കിൽ പൊട്ടാസ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാട്ടോ. പിന്നെ അത് കൂടാതെ പ്രകൃതിദത്ത എണ്ണകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാട്ടോ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. ഈ നേന്ത്രപ്പഴമൊക്കെ യൂസ് ചെയ്യുന്ന എല്ലാ പാക്കുകളും കണ്ടിട്ടില്ലേ, മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടൊക്കെ വെക്കാൻ നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സാധനം കേട്ടോ. ഞാൻ അതിൻ്റെ പാതിയാട്ടോ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുതായതുകൊണ്ടാണ് ഞാൻ പാതി എടുത്തിരുന്നത്. പിന്നെ ഇത് രണ്ടും കൂടെ നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണം. നിങ്ങൾക്ക് കഞ്ഞിവെള്ളം വേണം യൂസ് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ സാധാ പച്ചവെള്ളം ഇട്ടാട്ടോ അരച്ചെടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു പാക്ക് അരച്ചുകൂടെ എടുക്കണം കേട്ടോ. ഈ ഒരു പാക്ക് ഉണ്ടല്ലോ നമ്മുടെ മുടിയുടെ മിക്ക പ്രശ്നങ്ങൾക്കും ഒരു പരിഹാര മാർഗ്ഗമാണ്. അത് മാത്രമല്ല നമ്മുടെ ഈ പാക്കിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അതായത് ചെറുപയറും ഏത്തപ്പഴവും, ഇത് നമ്മുടെ ഹെൽത്തിനും വളരെ നല്ലതാട്ടോ. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നമ്മുടെ സ്കിന്നിനും വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രോട്ടീൻ പാക്ക് കൂടിയാട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്നത്. മുടിക്ക് നല്ല പ്രോട്ടീനായിട്ടുള്ള ഒരു കെയർ കൊടുക്കുകയാണ്. അതായത് നമ്മുടെ മുടി നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ല ഹെൽത്തി ആയിട്ടൊക്കെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടൊക്കെ കിടക്കും. പിന്നെ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യേണ്ട കേട്ടോ. ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യാതെ തന്നെ നമ്മുടെ മുടിയിലെ അഴുക്കൊക്കെ നീക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഈ ഒരു പാക്ക്. അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ 3 തവണയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. 3 തവണ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ ഹെയർ ഗ്രോത്തിനെയൊക്കെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. പിന്നെ നമ്മുടെ ഹെയർ ലോസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു സൂപ്പർ പാക്കാട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ മുടിയിലെ കെട്ടൊക്കെ കളഞ്ഞിരിക്കണം. ഈ ഒരു പാക്കല്ല, ഏത് പാക്കാണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു പാക്ക് ഇച്ചിരി ലൂസായിട്ടാണ് എടുത്തിരിക്കുന്നത്. തിക്കായാലും കുഴപ്പമില്ല. തിക്കാവുമ്പോൾ എന്താണെന്ന് കുഴപ്പമില്ല, നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാൻ ഇച്ചിരി പാടായിരിക്കും. ലൂസ് ആണെങ്കിൽ നമുക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും കേട്ടോ വാഷ് ഔട്ട് ചെയ്ത് കളയാൻ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി ലൂസായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളാണെങ്കിൽ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. കാരണം നമ്മുടെ ചെറുപയർ നമ്മുടെ മുടിയെ നന്നായിട്ട് ഡ്രൈ ആക്കും. അപ്പോൾ ഡ്രൈ ഹെയറൊക്കെ ആണെങ്കിൽ ചൂടെ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്യണം. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം ഹെയർ ലോസ് ഒക്കെ കുറവുണ്ട് കേട്ടോ. ഞാനിതുപോലെ പാക്കൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് അത്യാവശ്യം ഹെയർ ലോസ് ഒക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ എന്നെ ഇങ്ങനത്തെ പാക്കുകളൊക്കെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഹെയർ ലോസ് ഒക്കെ കൺട്രോൾ ചെയ്യാനും, ഞാൻ പറഞ്ഞായിരുന്നല്ലോ മുടി നല്ല വോളുമൈസ്ഡ് ആയിട്ടൊക്കെ വെക്കാനും നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനിങ് ആയിട്ടൊക്കെ വെക്കാനും എന്നെ ഇതുപോലത്തെ പാക്കുകളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഓയിലൊക്കെ അപ്ലൈ കഴിഞ്ഞിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിലും ഹെയറിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് 20 മിനിറ്റിന് ശേഷം നമ്മുടെ സാധാ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയണം. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്ത് കേട്ടോ. കാരണം ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി പിന്നെയും കണ്ട് മനം ഡ്രൈ ആവും. ഷാമ്പൂ ഒന്നും യൂസ് ചെയ്യാതെ വേണം വാഷ് ചെയ്ത് കളയാൻ.